നിങ്ങൾക്കറിയാവോ വേരിക്കോസ് വെയിൻ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റിച്ചും വേദനയൊന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡോക്ടറിനോട് ചോദിക്കാം. വെരിക്കോസ് വെയിൻസിന് പണ്ട് ഒരുപാട് നമ്മൾ സ്റ്റിച്ച് ഇടുകയും മുറിഞ്ഞ് അത് റിമൂവ് ചെയ്യേണ്ട രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ വി ഹാവ് സോ മെനി ഓപ്ഷൻസ്. അങ്ങനെ മിനിമലി ഇൻവേസീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് കുറെ ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഓപ്ഷൻസ് ഇപ്പൊ നമ്മൾ പേഷ്യൻസിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്നത്. ലേസർ ഉപയോഗിച്ച്, അതായത് ചൂട് ഉപയോഗിച്ച് നമ്മൾ വെയിൻസിനെ ഇങ്ങനെ ചുരുക്കിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ്. ഇതിനാകുമ്പം മുറിവുകളൊന്നും ഇല്ല, സ്റ്റിച്ച് ഇല്ല, പെട്ടെന്ന് ഇന്ന് ചെയ്താൽ നാളെ വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇതെല്ലാം. അതല്ലാത്ത സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. അതും ഇതുപോലെ ലൈറ്റും ചൂടും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വേറൊരു ഓപ്ഷൻ നമുക്കുള്ളത് ഗ്ലൂ ഇഞ്ചക്ഷൻ എന്നുള്ളതാണ്. സിമിലർ ഈ ഹീറ്റും ലൈറ്റും അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ജസ്റ്റ് ഒരു ഗ്ലൂ ഈ വെയിനിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് ഊരിയെടുത്ത് ആ വെയിൻ അങ്ങ് ചുരുങ്ങി പോകുന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഗ്ലൂ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസ് എല്ലാം വളരെ മിനിമലി ഇൻവേസീവ് ആണ്, ക്വിക്ക് ടു ഡു പ്രൊസീജിയേഴ്സ് ആണ്. ആൻഡ് പേഷ്യൻസിന് അധികം ഹോസ്പിറ്റൽ സ്റ്റേ വരില്ല, റിക്കവറി ക്വിക്ക് ആണ്. പേഷ്യൻസിന് അടുത്ത ദിവസം തന്നെ തിരിച്ച് ജോലിക്ക് പോവുകയും അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലോട്ട് തിരിച്ച് ചേരാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ അവൈലബിൾ ഉള്ളത്. നമ്മുടെ കാലിൽ കാണുന്ന നീല ഞരമ്പുകൾ അത് ശരിക്കും ഒരു കോസ്മെറ്റിക് പ്രശ്നമാണോ അതോ ശരിക്കും വേറെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ഡിസീസ് ആണോ? കാലിൽ ഇങ്ങനെ നീല കളറിലുള്ള ഞരമ്പുകൾ കാണുമ്പോഴത്തേക്കും യൂഷ്വലി അതൊരു കാലിനുള്ളില് നമ്മുടെ ഈ രക്തം തിരിച്ച് ഹാർട്ടിലോട്ട് കൊണ്ടുവന്ന ഞരമ്പുകളുണ്ടല്ലോ, അതായത് ഈ വെയിൻസ് എന്ന് പറയുന്നത്, ആ വെയിൻസിനുള്ളിലുള്ള പ്രഷർ കൂടുന്നതിന്റെ ഒരു സൈൻ ആയിരിക്കും. അപ്പം വർഷങ്ങളോളം ഇങ്ങനെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുമ്പം അതിനെ ഞങ്ങൾ ക്രോണിക് വീനസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു സൈൻ ആയിട്ട് വരും. ഇനി ചെറുതാണേലും വലുതാണേലും ഇതുപോലെ നീല നിറത്തിലുള്ള ഞരമ്പുകൾ കാണുക എന്ന് പറയുന്നത്. എന്താണ് ഈ വേരിക്കോസ് വെയിൻ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ക്രോണിക് വീനസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വെയിനിനകത്ത് ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷങ്ങളോളം അത് വെച്ചുകൊണ്ടിരിക്കുമ്പം ഈ പറയുന്ന വെയിനിന്റെ ആ ഉപകാരം കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തോടെ ഈ ബ്ലഡ് തിരിച്ചു പോകാനായിട്ടുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പോകുന്തോറും. സോ യൂഷ്വലി ഒരുപാട് നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് മൂവ്മെന്റ് ഇല്ല പക്ഷെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുമ്പോഴൊക്കെയാണ് ഈ മസിലിന്റെ പമ്പിങ് ആക്ഷൻ വെച്ച് ഈ ബ്ലഡ് നമ്മുടെ തിരിച്ച് ഹാർട്ടിലോട്ട് പോകാൻ പറ്റുന്നത്, കാലിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ച് പമ്പ് ചെയ്ത് കയറ്റുന്നത്. ആ ഒരു ആക്ഷൻ ഇല്ലാണ്ടായി പോവാ നമ്മളിങ്ങനെ കുറെ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കൊക്കെ. അപ്പം ആ ബ്ലഡ് വെസലിനകത്ത് ഇങ്ങനെ ബ്ലഡ് കെട്ടിക്കിടക്കും, അത് കാരണം പ്രഷർ കൂടും. അതിങ്ങനെ ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്കും പ്രഷർ കൂടിക്കൂടി അതിന്റെ ആ ഒരു എലാസ്റ്റിസിറ്റി പോവാന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ഞരമ്പുകൾ വീർത്ത് വരികയും നീല കളറിൽ കാണുകയും അത് ഈ ചർമ്മത്തിന്റെ നേരെ അടിയിലുള്ള ഞരമ്പുകളാണ്. അപ്പൊ അത് ഭയങ്കര വിസിബിളും ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ വാരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയുള്ള വേരിക്കോസ് വെയിൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മൾ സർട്ടൻ ടെസ്റ്റ് പേഷ്യൻസിനോട് പറയുന്നതായിരിക്കും. അപ്പം ആ ടെസ്റ്റുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എന്തോരം മോശമായിട്ടുണ്ട്, എന്തോരം ഇപ്പം ഹെൽത്ത് ബാക്കിയുണ്ട് ആ ഓരോ വെയിൻസിന്റെ ഒക്കെ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങനത്തെ ടെസ്റ്റുകളിൽ നിന്ന് കിട്ടും. അതിനനുസരിച്ചാണ് നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ മാനേജ്മെന്റ് മതിയോ, അതിന് വേറെ വല്ല ഇന്റർവെൻഷൻ വേണോ, സർജിക്കൽ ട്രീറ്റ്മെന്റ് വേണോ എന്ന് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പിന്നെ ചെയ്യുന്നത്. ഈ കാലിൽ ഉണ്ടാവുന്ന ഇച്ചിങ് അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഹെവിനെസ്, ഇതൊക്കെ ശരിക്കും നമുക്ക് വേരിക്കോസ് വെയിന്റെ ഒരു തുടക്ക ലക്ഷണമാണോ? എന്താണ് ഇതിന്റെ ശരിക്കുള്ള സിംറ്റംസ്? ആക്ച്വലി അങ്ങനത്തെ സിംറ്റംസ് വരുന്നത് കുറെ കൂടെ അഡ്വാൻസ് സ്റ്റേജിലാണ്, അതൊരു തുടക്ക ലക്ഷണങ്ങളല്ല. തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹൈപ്പർ ടെൻഷൻ വരുന്നതേ ഉള്ളൂ, പ്രഷർ കൂടുകയെന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഹെവിനെസ്, ഒരു ഡൾ, അതായത് തരിപ്പ് പോലെ ഒരു വേദന വരുവാന്നല്ലാതെ വേറെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അങ്ങനെ അധികം കാണാറില്ല. നമുക്ക് കുറെ നാളുകളായിട്ട് അവിടെ ഇങ്ങനെ ഈ വാരിക്കോസ് വെയിൻ ഡെവലപ്പ് ആയി കഴിഞ്ഞു, ഫുൾ ബ്ലോൺ ആയിട്ട് ഡെവലപ്പ് ആയി കഴിയുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ ചർമ്മത്തിന്റെ നേരെ താഴെയുള്ള വെയിൻസ് അല്ലേ, അപ്പൊ അവിടെ കളർ ഡിഫറൻസ് വരിക, ചൊറിച്ചിൽ വരിക, ചൊറിഞ്ഞ് പൊട്ടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനത്തെതെല്ലാം സൈൻസ് എല്ലാം ഒരു അഡ്വാൻസ്ഡ് ഡിസീസിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന്റെ ലക്ഷണങ്ങളാണ്, അല്ലാതെ അത് തുടക്കമല്ല. തുടക്കത്തിൽ അധികം വെരി ഒബ്വിയസ് ആയിരിക്കത്തില്ല, അതുകൊണ്ടാണ് കുറെ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യുന്നതും. അപ്പൊ അതൊരു അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് പിന്നെ ഒരു ഡോക്ടറിന്റെ തേടി ചെല്ലുന്നത് യൂഷ്വലി ആ സമയത്ത്. ഓക്കെ, അപ്പൊ ഈ വേരിക്കോസ് വെയിന് എന്തെങ്കിലും സ്റ്റേജസ് ഉണ്ടോ? സ്റ്റേജസ് എന്ന് പറയാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂഷ്വലി ഇത് എന്തോരം വീർത്ത് വന്നിട്ടുള്ളതാണ് നമ്മൾ അസസ് ചെയ്യാറുള്ളത്. സോ യൂഷ്വലി നമുക്ക് ആ ഒരു വീനസ് ഡോപ്ലർ എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്, അതായത് ഈ വെയിൻസിനകത്തൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്
പമ്പായി പോകുന്നുണ്ടോ, തിരിഞ്ഞു വന്ന് കിടക്കുവാണോ, ആ വെയിനിന് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ വീനസ് ഡോപ്ലർ എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ വെയിൻസിന്റെ ഫംഗ്ഷൻ എന്തോരം റീറ്റെയിൻ ആയിട്ട് ഇരിപ്പുണ്ടെന്ന്. അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഗ്രേഡ് എന്ന് പറയാനായിട്ടില്ല, 1, 2, 3 എന്നൊന്നും പറയാനായിട്ടില്ല, ബട്ട് നമ്മൾ ഓരോ ഏരിയാസ് ആയിട്ട് അസസ് ചെയ്യാൻ. അപ്പം ഓരോ ചെറിയ ഞരമ്പുകൾ ഇൻകോമ്പറ്റന്റ് ആണ്, അതായത് ഇനിയിപ്പോ അതിന് വലിയ ഫംഗ്ഷൻ ഇല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മൾ ഓരോ ഇന്റർവെൻഷൻസ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഡോക്ടർ, ഇതിന് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്? സോ വാരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കൺസർവേറ്റീവ്, അതായത് ഒരു മെഡിക്കലി ട്രീറ്റ് ചെയ്യാനും പറ്റും, അതല്ലാണ്ട് സർജിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വീനസ് ഡോപ്ലറിന്റെ ടെസ്റ്റ് വെച്ച് ആ ഒരു വെയിനിന്റെ ഫംഗ്ഷൻ എന്തോരം റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പം ചിലർക്ക് വിസിബിളി കുറച്ച് വീർത്ത വെയിൻസ് ആയിരിക്കാം, ബട്ട് നമ്മൾ ആ ഡോപ്ലർ ചെയ്യുമ്പം കുറെ കാര്യങ്ങൾ റീറ്റെയിൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മെഡിക്കൽ മാനേജ്മെന്റിൽ തന്നെ, അതായത് പ്രോഗ്രസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതിനകത്ത് കൂടുതലും നമ്മൾ പറയുന്നത് ഇങ്ങനെ വാരിക്കോസ് സ്റ്റോക്കിങ്സ് ഇടുകയും സർട്ടൻ ടാബ്ലറ്റ്സ് ഉണ്ട്, അങ്ങനെ വാരിക്കോസ് സ്റ്റോക്കിങ്സ് ഇട്ടുകൊണ്ട് ഈ അധികം നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ സ്റ്റോക്കിങ്സ് ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവരുടെ പമ്പിങ് ആക്ഷൻ റീറ്റെയിൻഡ് ആണ്. അപ്പൊ ആ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവാതെ ഇപ്പൊ ഇത്രയും വന്ന് ആ ഒരു ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോപ്ലർ വഴി നമ്മൾ ഇത് കാണുക, അതായത് ഓരോ വെയിൻസും ഇൻകോമ്പറ്റന്റ്, അതായത് അതിന് ഇനി ഫംഗ്ഷൻ ഇല്ല, ഇനി വർക്ക് ചെയ്യത്തില്ല, ആ ഒരു രീതിയിൽ എത്തിക്കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദോഷമല്ലാതെ വലിയ ഗുണമില്ല. ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് വേറെ ഞരമ്പുകൾ ഇത്രയും വർഷത്തിനുള്ളിൽ ഓൾറെഡി ഫോം ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ ആദ്യം വീർത്തിരിക്കുന്ന ഞരമ്പുകൾ ഇപ്പം യൂസ്ലെസ് ആണെന്നുള്ള രീതിയിൽ ബോഡിയിൽ ഇരിക്കുക. ആൻഡ് അത് കാരണം നമുക്ക് ഇതുപോലെ ഇച്ചിങ്, ബ്ലീഡിങ്, അൾസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വരുവാന്നല്ലാതെ അതിന് വേറെ ഗുണമില്ല. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ വി വിൽ സജസ്റ്റ് സർജിക്കൽ ഇന്റർവെൻഷൻ. സർജിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാലും there are different ways. കുറെ നാൾ മുന്നേ വരെ വി യൂസ് ടു ഡു ഓപ്പൺ സർജറീസ്, വേറെ ഈ പറയുന്ന യൂസ് ഇല്ലാത്ത ആ വെയിനെ ഞങ്ങൾ വലിച്ച് കീറി മുറിവൊക്കെ ഇട്ട് അത് റിമൂവ് ചെയ്ത് കളയുന്ന രീതിയിലായിരുന്നു സർജറീസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നൗ ടൈം ഹാസ് അഡ്വാൻസ്ഡ്. നമ്മുടെ അടുത്ത് ഇപ്പം ലേസറിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ദോസ് ആർ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്. അപ്പം മുറിവൊന്നുമില്ലാതെ ബ്ലീഡിങ്ങിന്റെ ചാൻസ് കുറവ്, പെട്ടെന്ന് റിക്കവറി ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ ലേസർ അബ്ലേഷൻ ഓഫ് വെയിൻസ് എന്ന് പറയും. പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഓഫ് വെയിൻസ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം സർജിക്കൽ ആയിട്ടുണ്ട്. ഇനി ചില ഭയങ്കര സൈസ് കുറഞ്ഞ് പക്ഷെ പ്രശ്നം കൂടിയ വെയിൻസ് ഉണ്ട്, അതായത് അത്ര നീളമില്ല പക്ഷെ ഉള്ള സൈസിൽ തന്നെ നമുക്ക് ഇതുപോലെ കോംപ്ലിക്കേഷൻസ് വരുന്ന ചില ടൈപ്പ് ഓഫ് വെയിൻസും ഉണ്ട്. അങ്ങനെയുള്ള വെയിൻസിന് ഇങ്ങനെ ഈ സ്ക്ലീറോതെറപ്പി എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസും ഉണ്ട്. അപ്പൊ പല ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പേഷ്യന്റിന്റെയും അവരുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് അവരുടെ സിംറ്റംസ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി. ഈ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ കൂടുതലും വേരിക്കോസ് വരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്റെ അമ്മയുടെ കാലിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പൊ അമ്മയുടെ കാലിലും ഞാനിങ്ങനെ ഞരമ്പ് പിടച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഞരമ്പ് പിടച്ച് കിടക്കുന്നത് വേരിക്കോസ് വെയിൻ ആണോ അതോ വെറുതെ നോർമലി അത്രയും പ്രഷർ കൊടുത്തത് കൊണ്ട് ഉണ്ടായതാണോ? ഓക്കെ, ആക്ച്വലി പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ്, ആ ഫുൾ 9 months പീരിയഡ് ടിൽ ഡെലിവറി എന്ന് പറയുന്നത്. സോ നമ്മുടെ വെയിൻസ്, ഞാൻ ഈ പറഞ്ഞ പോലെ വെയിൻസ് വയറിനകത്തും ആ വലിയ വെയിൻസ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യും തോറും യൂട്രസിന്റെ സൈസ് വലുതാവുമ്പോൾ ഈ വെയിൻസിന്റെ മേത്ത് കിടന്ന് പ്രഷർ കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന കുറെ സിംറ്റംസ് ആണ് പ്രഗ്നൻസിയുടെ ടൈമിൽ വാരിക്കോസ് വെയിൻസ് ഒബ്സർവ് ചെയ്യുക പറയുന്നത്. ബട്ട് അതൊരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ക്രോണിക് വീനസ് ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടായിരിക്കുന്ന വാരിക്കോസ് വെയിൻസ് അല്ല. അതൊരു ഷോർട്ട് ടേം കാരണം ഈ ഗ്രാവിഡ് യൂട്രസ് കാരണം ഉണ്ടാവുന്ന ആ പ്രഷർ കാരണം ഉണ്ടാവുന്ന വാരിക്കോസ് വെയിൻസ് ആണ്. അത് യൂഷ്വലി ഡെലിവറി കഴിയുമ്പോഴത്തേക്കും, നോർമൽ ഡെലിവറി, സി സെക്ഷൻ ആണെങ്കിലും ഡെലിവറി എന്ന് പറഞ്ഞ ആ പ്രഗ്നൻസി പീരീഡ് തീരുമ്പോഴത്തേക്കും ആ പ്രഷർ മാറും. ആൻഡ് വാരിക്കോസ് വെയിൻസ് യൂഷ്വലി നോർമലായിട്ട് തിരിച്ച് ഷ്രിങ്ക് ചെയ്തങ്ങ് പോകുന്നതാണ്. ചിലർക്ക് യൂഷ്വലി ആഫ്റ്റർ റിപ്പീറ്റഡ് ഡെലിവറീസ്, അല്ലെങ്കിൽ ആ ഡെലിവറിക്ക് ഒരുപാട് പ്രഷർ സിസ്റ്റം ആയിരുന്നെങ്കിൽ ആ വാരിക്കോസ് വെയിൻസ് റീറ്റെയിൻ ആയിട്ട് ചിലപ്പോൾ തന്നെ ഇരുന്നിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ ക്രോണിക് വീനസ് ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് വിസിബിളി കാണുവാന്നല്ലാതെ മേ ബി there won't be any other further complications. അതും ഇങ്ങനൊരു ഡോപ്ലർ എടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം കൺസർവേറ്റീവ് അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. അങ്ങനെയുള്ള സ്ത്രീകള് കൂടുതലും ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കുന്നതായിട്ട് കേൾക്കുന്നില്ലല്ലോ. യെസ്, യൂഷ്വലി അത് അവരോടും നമ്മൾ യൂഷ്വലി പ്രഗ്നൻസിയുടെ ടൈമിൽ കൗൺസിൽ ചെയ്യുന്ന ഇങ്ങനെയാണ്. അതായത്
ഡെലിവറി കഴിയുമ്പോൾ മാറുന്ന ഒരു അതായത് പ്രഗ്നൻസി കാരണം വന്നിരിക്കുന്ന ഒരു സിംറ്റം ആയതുകൊണ്ട് അതിനെപ്പറ്റി ലോങ് ടൈം ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി ഇന്റർവ്യൂൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും കൗൺസിൽ ചെയ്യാറുള്ളത്. സോ കൂടുതലും കൗൺസിലിംഗ് ആൻഡ് റിയഷുറൻസ് അതാണ് കൂടുതൽ ആവശ്യം ആ ഒരു സിറ്റുവേഷനിൽ, അല്ലാതെ നമ്മൾ അത് ഇന്റർവ്യൂൻ ചെയ്യേണ്ട ഒരു ആവശ്യം കാണാറില്ല ആ ഒരു സിറ്റുവേഷൻ. ഡോക്ടർ, ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ വേരിക്കോസ് ഉള്ള ഭാഗത്ത് ഈ അട്ടേനെ കൊണ്ട് കടുപ്പിച്ച് ആ ബ്ലഡ് എടുത്ത് കളഞ്ഞ് അങ്ങനെ വേരിക്കോസ് മാറ്റുന്നത്. അത് ശരിക്കും ഉള്ള ഒരു കാര്യമാണോ? ആക്ച്വലി ഈ ലീച്ച് തെറപ്പി, അട്ടേനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രൊസീജിയേഴ്സ്, അതിനൊരു സൂഡോ സയൻസ് എന്നാണ് പറയുന്നത്, എന്താ കപടശാസ്ത്രം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ നമ്മുടെ ബോഡിയുടെ അനാറ്റമി, ഫിസിയോളജി ഒക്കെ അറിയാൻ പറ്റില്ലാത്തൊരു കാലത്ത് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ട്രൈ ചെയ്തിരുന്ന രീതിയിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ മോഡേൺ മെഡിസിൻ നമ്മൾ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ഉള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം എവിഡൻസ് ഉണ്ട്. എവിഡൻസ് കാരണം നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അതിനായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എവിഡൻസ് ഉള്ള രീതിയിലാണ് എല്ലാ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളത്. ഈ പറയുന്ന ലീച്ച് തെറപ്പി അല്ലെങ്കിൽ അട്ടകളെ കൊണ്ട് വാരിക്കോസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു എവിഡൻസും ഇല്ല. അങ്ങനെ അതിനെ ബേസ് ചെയ്ത് സ്റ്റഡീസോ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ആയിട്ടില്ല. ആൻഡ് അതിന്റെ പ്രൂഫായിട്ട് നമുക്ക് ഒരിക്കലും ഇല്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ അറിവ് കുറവായിരുന്നുകൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഒറ്റമൂലി പോലത്തെ ഉള്ള പ്രൊസീജിയേഴ്സ് അല്ലാണ്ട് ഇറ്റ് ആക്ച്വലി ഹാസ് നോ ബേസിസ്. അത് കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാന്നല്ലാതെ അതിന് ആക്ച്വലി ഒരു ക്യൂർ ഉണ്ടാവുന്ന ചാൻസസ് വളരെ കുറവാണ്. സോ ഐ വുഡ് നോട്ട് അഡ്വൈസ് ദാറ്റ് ഫോർ എനിബഡി. അട്ടയുടെ വയറ് നിറയാന്നല്ലാതെ പേഷ്യന്റ് നന്നാവുന്നില്ല. മാം, ഇപ്പം നമ്മൾ വേരിക്കോസ് വെയിൻ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു വേഴ്സ് സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ നേരം നിൽക്കാൻ ചാൻസ് ഉള്ള ജോലി ചെയ്യുന്ന ആരാണേലും, അതിപ്പോ ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, എന്നെ പോലെ സർജൻസ് വരെ ആരാണേലും, അങ്ങനെയുള്ളവർ അവെയർ ആയിട്ടിരിക്കണം. ഇനി ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു റിസ്ക് ഉണ്ട് വാരിക്കോസ് വെയിൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കംപ്രഷൻ സ്റ്റോക്കിങ്സ് റെഗുലർ ആയിട്ട് ഡ്യൂറിംഗ് ദ ഡേ ടൈം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതാകുമ്പോൾ നമുക്ക് ഏത് സ്റ്റേജിലാണെങ്കിലും ഒരു പ്രോഗ്രഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ്, ഈസിലി അവൈലബിൾ ആൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നത് മൂവ്മെന്റ്സ് ആണ്. അപ്പൊ കൂടുതൽ നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതിരിക്കാതെ മൂവ്മെന്റ്, കാഫ് മസിൽ എക്സസൈസസ് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും നമ്മുടെ പ്രോഗ്രഷൻ നിർത്തി അത് കൂടാതെ ഇരിക്കാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ വേരിക്കോസ് വെയിൻ കൂട്ടാനായിട്ട് കാരണമാക്കുന്നില്ല? ഇല്ല. നമുക്ക് സ്പെസിഫിക് ലെഗ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൺട്രോളിൽ വെക്കാം. ബാക്കി നമ്മുടെ റെഗുലർ ജിം ആൻഡ് വർക്ക്ഔട്ടിനെ ഒന്ന് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ അത് സാധാരണ വരാറില്ല. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ മാനേജ്മെന്റ് ഒരു ഭാഗമായിട്ട് ചെയ്യുമ്പം അതിനൊരു ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നവരെ ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതൊരു ഓപ്ഷനാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആണ് വാരിക്കോസ് വെയിൻസിന് ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ അതിന്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ മേക്ക് സെൻസ്. അതുവരെ നമ്മൾ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എസ്പെഷ്യലി ഉപയോഗിക്കുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിലാണ് പേഷ്യൻസിന് ഗുണം കിട്ടുന്നത്.